എങ്ങനെയാ പോണേ? ഞങ്ങളുടെ ജീവനല്ലേ സാറേ, ഞങ്ങളെങ്ങനെയാ പോണേ? ഞാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഈ ഹാൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കോൺഗ്രസ് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം, VD സതീശന് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല, അങ്ങോട്ട് കിടന്ന് ഓടിയത് മെച്ചം. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ഓടിയവന് ഒരു വലിയ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പാർട്ടിയിലും ഇതേപോലെ അംഗത്തുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു അവസരത്തിൽ രണ്ട് വാക്ക് പറയാതിരുന്നു കഴിഞ്ഞാൽ വളരെ മോശമായി പോകുന്നു. VD സതീശൻ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് VD സതീശൻ മുഖ്യമന്ത്രിയാവില്ല എന്ന് 99% സാധ്യത മങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞ തന്തയില്ലായ്മ, പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവമാണ് കാണിച്ചിരിക്കുന്നത്. ഇന്നലെ VD സതീശൻ ആൾക്കാരോട് യാത്ര പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മൈൻഡ്, അതായത് വിങ്ങിപ്പൊട്ടുവാണ്. അദ്ദേഹം കരയുന്നില്ലെന്നേ ഉള്ളൂ, ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന ആർക്ക് കണ്ടാലും ആ കമന്റുകളൊക്കെ എടുത്തു നോക്കുക, മനസ്സിൽ അദ്ദേഹം വിങ്ങിപ്പൊട്ടുവാണ്, കരയാണ്. ഇതുപോലൊരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. അതായത് ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, അനിയത്തെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിക്കുന്ന ഒരു രീതി, ശുദ്ധ അപരാധം, തന്തയില്ലായ്മ. അത്തരം തന്തയില്ലായ്മ കാണിക്കാൻ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് VD സതീശനോട് വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിനോട് വലിയ താല്പര്യം തോന്നി. അദ്ദേഹം തന്തയ്ക്ക് പറഞ്ഞവനാ, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാ. അദ്ദേഹം പറഞ്ഞ ശ്രദ്ധിക്കുക, മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ, തന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ തന്നെ മുന്നിൽ നിർത്തി പടനയിച്ച് താൻ പറഞ്ഞതെല്ലാം സാധ്യമാക്കി കൊടുത്തു. 100ൽ പുറത്ത് സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞു. സുധാകരൻ കേസ് ഏറ്റവും വലിയ നേതാവായിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്, ഭരണ തുടർച്ചയ്ക്ക് പോലും സാധ്യത ഉണ്ടെന്ന് സുധാകരൻ പറഞ്ഞു. ഒരു നേതാവിനും, ഒരൊറ്റ നേതാവിനും കോൺഗ്രസിലെ ഇതുപോലെ 100ൽ പരം സീറ്റ് നേടി വിജയിക്കുമെന്ന് പറയാനുള്ള കെൽപ്പുണ്ടായിരുന്നോ, ശേഷി ഉണ്ടായിരുന്നോ, ആർജവം ഉണ്ടായിരുന്നോ? ഒരുത്തനും ഇല്ലായിരുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഈ നാറുകളായ, ഇപ്പോൾ ഈ പറഞ്ഞ അധികാരമോഹികളായി വന്ന നാറുകൾക്ക് എന്തുകൊണ്ടെന്ന് പറയാൻ സാധിച്ചില്ല. ഒറ്റ ഒരുത്തം ഉണ്ടായിരുന്നു. ഈ MLA വളരെ തന്ത്രപൂർവ്വം സതീശന് പണി കൊടുക്കാൻ വേണ്ടി, VD സതീശന് പണി കൊടുക്കുമെന്ന് ഉറപ്പിച്ച് ഇലക്ഷന് മുമ്പേ ചെയ്തൊരു പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. KC വേണുഗോപാൽ നമ്മൾ വളരെ നല്ല വ്യക്തിയാണെന്ന് കരുതിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തെറ്റി. KC വേണുഗോപാലിൻ്റെ ഒരു വലിയ കുതന്ത്രം ഈ പാർട്ടിയിലുള്ള കോൺഗ്രസിലുള്ള സകല ആളുകൾക്കും അറിയാമായിരുന്നു. VD സതീശൻ ചതിക്കപ്പെടും, അയാളെ മുഖ്യമന്ത്രി ആക്കത്തില്ലെന്ന് സതീശ അനുകൂലികൾക്കൊഴികെ, ബാക്കി പൊതുജനത്തും ഒഴികെ ബാക്കി എല്ലാ മക്കൾക്കും അറിയാമായിരുന്നു. അതായത് ഇലക്ഷന് മുമ്പ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് തന്നെ KC ഈ പറഞ്ഞ 40-ലധികം ആൾക്കാരോട് പറഞ്ഞിരുന്നു, വിജയിച്ചതിന് ശേഷം തന്നെ സപ്പോർട്ട് ചെയ്യണം, തൻ്റെ പേര് പറയണമെന്ന്. ഈ പറഞ്ഞ VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് മുന്നിൽ നിന്ന് പട നയിച്ചിട്ട് ഇത്രയും വലിയ വിജയം നേടിയിട്ട് ഡൽഹി ചെല്ലുമ്പോൾ ഡൽഹിയിൽ നിന്ന് സഹാരം കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹത്തെ വലിയ രീതിയിൽ ഇയാളെ സഹായിച്ചു. ഇന്നലെ പുള്ളി ഇറങ്ങി വന്നപ്പോൾ ആൾക്കാരോട് ആംഗ്യം കാണിക്കുന്നുണ്ട്, ഒന്നും മിണ്ടരുത്. അതിന്റെ കാര്യം എന്ത്? അതായത് VD സതീശനെ കടുത്ത രീതിയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ, പണ്ട് ആരും ഇല്ലായിരുന്നു, കഴിഞ്ഞ മോദിജിയുടെ ടൈമിൽ ഒരുത്തനും ഇല്ലായിരുന്നു, എല്ലാം ചൊറിയും കുത്തി, ഒരു ചൊരപ്പും ഇല്ലാതെ കേരളത്തിൽ നിന്നുള്ള MP ഉണ്ടായോണ്ടാണ് ഇവനൊക്കെ ജീവിച്ചു പോയത്. ആ രീതിയിൽ ഇരുന്നവന്മാർ ഇപ്പോൾ 1-2 സംസ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേന് എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞ് കുറച്ച് നേതാക്കൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവനൊക്കെ എവിടെ ആയിരുന്നു? ഒരു ചൊരപ്പില്ല നടന്നവന്മാരാ. അപ്പം ഈ VD സതീശനെ ഇവന്മാർ കടുത്ത രീതിയിൽ വിമർശിക്കുകയാണ്. VD സതീശനെ ആൾക്കാരെ ഇറക്കി, കോൺഗ്രസിന്റെ വില പോയി, AICC ആൾക്കാരെ, ജനറൽ സെക്രട്ടറി, KPCC പ്രസിഡന്റിനെയൊക്കെ അവഹേളിച്ച് ഫ്ലെക്സ് കീറിയെന്നൊക്കെ പറഞ്ഞിട്ടോ. ജനഹിതം നോക്കുക, ഓൺലൈൻ പോൾ വന്നെന്ന് ആലോചിച്ച് നോക്കുക. ഓൺലൈൻ പോളിൽ 5%, 4%, ചെന്നിത്തലയ്ക്ക് 5%, KC വേണുഗോപാലിന് 4%, തള്ളക്കി വിളിക്കുകയാണ് KC വേണുഗോപാലിനെ ആൾക്കാർ മുഴുവൻ കമന്റുകളിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ പോളുകളിലും 91% ആളുകളും പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയാണോ എന്ന്. ഈ ഒരു വിഷയത്തിൽ പത്മജ പറഞ്ഞത് എത്രമാത്രം കറക്റ്റാണെന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം, VD സതീശന് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല, അങ്ങോട്ട് കിടന്ന് ഓടിയത് മെച്ചം. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ഓടിയവന് ഒരു വിലയില്ല, അവന് കറിവേപ്പില മാതിരി എടുത്തു കളയും, അല്ലാത്തവര് അവിടെ നിന്ന് വന്നിറങ്ങും. അത് നിങ്ങൾക്ക് ഊഹിക്കാം ആരാന്നുള്ളത്, നമുക്ക് വരുമ്പോ കാണാലോ ആരാ എന്താണ് ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം തന്തയില്ലായ്മയാണ്. ഇവർ പറഞ്ഞ ന്യായങ്ങൾ. VD സതീശന് ഇനിയും സമയമുണ്ട്, VD സതീശൻ ചെറുപ്പമാണ്, 61 വയസ്സുള്ള ഒരാളാ ചെറുപ്പം, VD സതീശൻ ഇനിയും സമയമുണ്ടെന്ന്. അദ്ദേഹത്തെ മുൻനിർത്തി ഈ രീതിയിൽ പട നയിച്ച് വിജയിപ്പിച്ചിട്ട് ഇതുപോലെ കറിവേപ്പിലോട് എടുത്ത് കളയാന്ന് വെച്ചാൽ പുള്ളി രാജിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തന്തയ്ക്ക് പറഞ്ഞ ആളായതുകൊണ്ട് ഉറപ്പായും പുള്ളി രാജിവെക്കും, രാഷ്ട്രീയം തന്നെ വിടും. ഏറ്റവും വലിയ തിരിച്ചടിയിലേക്ക് അടുത്ത 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഇലക്ഷൻ വരും. ഈ ജന്മത്ത് കാണാത്ത രീതിയിലുള്ള പരാജയം. ഇപ്പൊ തന്നെ KC എവിടെ നിന്നാലും തോക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. മലപ്പുറത്തോ ഈ ആലപ്പുഴയിലോ നിന്നാൽ ചിലപ്പോൾ ജയിക്കുമായിരിക്കും, അല്ലാതെ എവിടെ നിന്നാലും KC വേണുഗോപാൽ പറവൂർ നിൽക്കാനുള്ള ധൈര്യം കാണിക്കട്ടെ KC വേണുഗോപാൽ.
സതീശ് ഒഴിയാന്ന് പറഞ്ഞല്ലോ, 100% 8ാം നിലയിൽ പൊട്ടും. അത്രയും അധികം ജനസമ്മതി ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആൾക്കാരും വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് തോന്നിവാസമാണ്, ജനഹിതം അട്ടിമറിക്കാൻ പാടില്ല, തന്തയില്ലായ്മയാണ്. ഒരു പാർട്ടിയും പണ്ട് ഇതേപോലെ വി എസ് അച്യുതാനന്ദനെ മാറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നിട്ട് വീണ്ടും മത്സരിപ്പിക്കാൻ തയ്യാറായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത് ഉണ്ടായിട്ടുണ്ട്, സകലയിടത്തും ഇത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതുപോലെ അപരാധം, ഇതുപോലെ അയാളെ കൊണ്ട് മുന്നിൽ നിന്ന് ചെന്നിത്തല നയിച്ചപ്പം വിജയിച്ചോ? ചെന്നിത്തല ഇനിയിപ്പോൾ ഈ ഒരു മന്ത്രിസഭയിൽ ആഭ്യന്തരമെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി ഭരണകാലത്ത്. അദ്ദേഹത്തിന് ആഭ്യന്തരമെങ്കിലും കൊണ്ട് ചിലപ്പോൾ അത് തൃപ്തിപ്പെട്ടേക്കാം, ആൾ പാവമായതുകൊണ്ട് തൃപ്തിപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ സതീശൻ എന്തോ കൊടുക്കും? വി ഡി സതീശന് വ്യവസായികം അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനായിരിക്കും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ. എന്തൊരു അനീതിയാണെന്ന് ആലോചിച്ച് വെക്കും. അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് എന്തെങ്കിലും അപരാധം കാണിച്ച് അഴിമതി നടത്തി 10 കാശ് ഉണ്ടാക്കാമെന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയല്ല വി ഡി സതീശൻ. അദ്ദേഹത്തിന് ആവണമെങ്കിൽ അദ്ദേഹം മുന്നിൽ നിന്ന് വെച്ചു. ആ ഒരു പ്രതീക്ഷ മങ്ങിയപ്പോൾ അദ്ദേഹം മാറാൻ തയ്യാറാവുന്നുള്ളത് വളരെ ധീരമായൊരു പ്രവൃത്തിയാണ്. മറ്റവന്മാരെല്ലാം വെറും നാറികൾ. ഈ പറഞ്ഞ ഈ MLA മാരാന്ന് പറയുന്നത് ഇവനൊക്കെയാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ആലോചിച്ച് നോക്കുക, ഇതിൽ 46 പേര് വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞ 46 പേര് KC ഒരു ലിസ്റ്റ് ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിൽ നോക്കുക, സന്ദീപ് വാര്യർ അടക്കം, സന്ദീപ് വാര്യർ ഏറ്റവും അടുത്ത് നിന്നതാണ്. സന്ദീപ് വാര്യർ അടക്കം BJP പോയ സന്ദീപ് വാര്യർ അടക്കം KC ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നാണമുണ്ടോ തനിക്കൊക്കെ? നാണമുണ്ടോ? സജി ജോസഫ്, TO മോഹനൻ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്ന് ആലോചിച്ച് നോക്കുക, സണ്ണി ജോസഫ് അടക്കമുള്ള തനിക്കൊക്കെ നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? എന്തിനാണോ ഇത്രയും ഹീനമായി ഇത്രയും വൃത്തികെട്ട ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ആ മനുഷ്യനെ ഇത്രയും നാണം കെടുത്ത് അയാൾ ജയിപ്പിച്ചിട്ട്, അയാൾ മുന്നിൽ നിന്ന് നയിച്ച് ജയിപ്പിച്ചിട്ട് അയാളെ ഇതേപോലെ എന്തിനായാണ് പറയുന്നത്? ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധിയൊക്കെ എന്ത് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന പേര് KC വേണുഗോപാലിൻ്റെ പേരാണ്. KC വേണുഗോപാലിൻ്റെ പേര് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവർ പറയുന്ന കുറച്ച് ദിവസം പ്രതിഷേധമൊക്കെ ഉണ്ടാവും, പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെക്കെതിരെ ആക്ഷൻ എടുക്കുമെന്നാണ് പറയുന്നത്. അത് ഈ പാർട്ടിക്ക് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ഈ AICC കേന്ദ്ര കമ്മിറ്റിയെ ലംഘനം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷൻ എടുക്കുമെന്നാണ് പറയുന്നത്. സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങട്ടെ, പാർട്ടിയുടെ പേരിൽ ഇറങ്ങണ്ട, സാധാരണ ജനങ്ങൾ ഇറങ്ങട്ടെ. സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്നും പറഞ്ഞ് ഒരു ഫ്ലക്സും ഇല്ലാതെ, ഒരു പാർട്ടി ചിഹ്നവും ഇല്ലാതെ ആൾക്കാർ തെരുവിലിറങ്ങാം. സംശയമില്ലാത്ത കാര്യമാണ് ഇതുപോലെ അപരാധം കാണിക്കുവാണെങ്കിൽ. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു രാഷ്ട്രീയ നേതാവിനും ഉണ്ടാവാൻ പാടില്ല. ഈ സതീശന് ഒരുപാട് പ്ലാനുകളുണ്ട്, അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു വിഷനുണ്ട്. ആ വിഷൻ നടപ്പാക്കാൻ വേണ്ടി അനുവദിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപരാധങ്ങൾക്കെതിരെ എല്ലാവരും പ്രതികരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.